അടുത്ത ദിവസം അവൾ കോളേജിലേക്ക് നടന്നു വരികയാണ്. ഏറെ ഭംഗിയുള്ളൊരു വസ്ത്രമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ വസ്ത്രത്തിന്റെ തിളക്കമൊന്നും അവളുടെ മുഖത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഒരു വിങ്ങലായി അവളുടെ ഉള്ളിൽ തട്ടിക്കൊണ്ടിരുന്നു. സങ്കടം സഹിക്കവയ്യാതെ വന്നപ്പോൾ വഴിയരികിലെ ആ തണൽമരത്തിന് ചുവട്ടിലേക്ക് അവൾ തളർന്നിരുന്നു. മരച്ചുവട്ടിലെ ആ തണലിലിരുന്ന് അവളുടെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. അമ്മുവും രാഹുലും തമ്മിലുള്ള ആ സംഭാഷണം ഒരു വലിയ ചോദ്യചിഹ്നമായി അവൾക്ക് മുന്നിലുണ്ട്. മരിച്ചുവട്ടിലിരിക്കുന്ന മീനുവിനെ അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന രാഹുൽ, എന്തുപറ്റി അവൾക്കത് മീനുവല്ലേ? എന്തിനാ അവൾ ഒറ്റയ്ക്കിരിക്കുന്നത്? അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ മെല്ലെ അവളുടെ അടുക്കിലേക്ക് പോയി. ഹേയ് മീനു, എന്താ നീ ഇവിടെ തനിച്ചിരിക്കുന്നത്? അവൻ ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ മരിച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്നവൻ അവളുടെ കയ്യിൽ പിടിച്ചു. എന്തിനാ നീ എന്നിൽ നിന്നും ഒളിച്ചിരിക്കുന്നത്? എന്താണ് നിനക്കിത്ര ധൃതി? അവൾ അവനെ നോക്കിയപ്പോൾ രാഹുൽ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. എന്താ മീനു, നിനക്കെന്താണ് പറ്റിയത്? താൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്താ ഒന്നും പറയാതെ പോയത്? അവൾ പതറിക്കൊണ്ട് പറഞ്ഞു. ഹേയ്, അതൊന്നുമല്ല, അത് ഞാനൊരു പുസ്തകം തരാൻ വേണ്ടിയാണ്. ഓ, പുസ്തകം തരാൻ വേണ്ടിയാണോ? രാഹുൽ സംശയത്തോടെ ചോദിച്ചു. ഓക്കെ രാഹുൽ, സമയം ഒരുപാടായി. ക്ലാസ്സിൽ സാർ വന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് മീനു വേഗം അവനിൽ നിന്നും വിടുവിച്ച് ഓടിപ്പോയി. രാഹുൽ അവിടെ തന്നെ നിന്നു. എന്തിനാണ് അവൾ എന്നും ഇങ്ങനെ അകന്നു പോകുന്നത്? രാഹുൽ മനസ്സിൽ ചിന്തിച്ചു. കഥയുടെ ഈ ഭാഗം മീനുവിന്റെ ഉള്ളിലെ സംഘർഷവും രാഹുലിന്റെ നിസ്സഹായതയും കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ പുസ്തകം എന്നത് വെറുമൊരു ഒഴികഴിവ് മാത്രമാണെന്ന് രാഹുലിന് തോന്നിയിട്ടുണ്ടാകുമോ?